നമസ്കാരം. ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗവും ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ പല സമയങ്ങളിലായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സംവിധായകനായ ജിത്തു ജോസഫ് അതിനെയെല്ലാം നിഷേധിച്ചിരുന്നു. ഇപ്പോഴിതാ ദൃശ്യം മൂന്നാം ഭാഗത്തിനെ പറ്റിയുള്ള അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ഒന്നാം ഭാഗത്തിനും 6 വർഷത്തിനു ശേഷം ഞങ്ങൾ ദൃശ്യം 2 പ്ലാൻ ചെയ്തപ്പോൾ കോവിഡ് വന്നു. എന്നാൽ ആ കോവിഡിനും ദൃശ്യം രണ്ടാം ഭാഗവും മലയാള സിനിമയ്ക്ക് തുറന്നു നൽകിയത് വലിയ വാതിലുകളാണ്. കാരണം ലോകത്താകമാനമുള്ള പ്രേക്ഷകർ ദൃശ്യം കണ്ടു. ലൂസിഫറിനായി ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് മോഹൻലാൽ അല്ലേ ദൃശ്യം എന്നൊക്കെ ഗുജറാത്തികൾ എന്നോട് വന്ന് സംസാരിച്ചു. ദൃശ്യം 2 കണ്ടതിനു ശേഷം നിരവധി പേരാണ് മലയാളം സിനിമകൾ കാണാൻ ആരംഭിച്ചത്. മലയാളത്തിനെ പാൻ ഇന്ത്യനാക്കിയ പടമാണ് ദൃശ്യം. ഇപ്പോൾ ഞങ്ങൾ ദൃശ്യം 3 ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത്. ബറോസിന്റെ തമിഴ് വേർഷന്റെ റിലീസിന്റെ ഭാഗമായി ഗലാട്ടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ മനസ്സ് തുറന്നത്. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായിരുന്നു. ഇന്ത്യയും കടന്ന ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്ത്, സിദ്ദിഖ്, എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ദൃശ്യം ഫ്രാഞ്ചൈസി പോലെ മലയാള സിനിമയ്ക്ക് റീച്ച് നേടിക്കൊടുത്ത സിനിമകൾ കുറവാണ്. അത്രയധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡയറക്റ്റ് OTT റിലീസായി എത്തി ലോകമാകമാനമുള്ള പ്രേക്ഷകർ കണ്ടു. രണ്ടാം ഭാഗം ഹിറ്റ് ആയത് മുതൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങളിൽ ഒന്നാണ് ചിത്രത്തിനൊരു മൂന്നാം ഭാഗം ഉണ്ടാവുമോ എന്നത്. മൂന്നാം ഭാഗം ആലോചനയിലുണ്ടെന്നും എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാനാവില്ലെന്നും ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം. 6 വർഷത്തിനു ശേഷം ദൃശ്യം 2 പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് വരുന്നത്. പക്ഷെ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി. കാരണം ലോകമെമ്പാടുമുള്ളവർ ചിത്രം കണ്ടു എന്നും മോഹൻലാൽ എടുത്തു പറയുന്നുണ്ട്.